ഹോട്ടൽ മുറികളിൽ താമസിക്കേണ്ടി വരുമ്പോഴും പബ്ലിക് ടോയ്ലറ്റുകൾ ഉപയോഗിക്കേണ്ടി വരുമ്പോഴും ഭൂരിപക്ഷം പേരുടെ സമാധാനം തകർക്കുന്ന ഒന്നാണ് ഒളിക്യാമറകൾ ഉണ്ടാകുമോ എന്നത്. ഹോട്ടൽ മുറികളിലും അവിടുത്തെ ടോയ്ലറ്റിലും മാത്രമല്ല, മറ്റ് പൊതു ശുചിമുറികളിലും ട്രെയിനിലെ ശുചിമുറികളിലും വരെ പല വിരുദ്ധന്മാരും ഒളിക്യാമറകൾ വെച്ച് സ്വകാര്യ ദൃശ്യങ്ങളും നഗ്ന ദൃശ്യങ്ങളും ഒക്കെ പകർത്തുന്നത് നിത്യസംഭവമായതോടെയാണ് ആളുകളിൽ ഈ ഭീതി വർദ്ധിച്ചത്. എങ്ങനെയാണ് ഇത്തരം ഇടങ്ങളിൽ രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടോ എന്നറിയുക? വലിയ ചിലവൊന്നുമില്ലാതെ തന്നെ ഹോട്ടൽ മുറികളിലും ശുചിമുറികളിലും ഒളിക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താനാകും. എങ്ങനെയാണെന്നല്ലേ? അതിനുള്ള മാർഗങ്ങളാണ് ഇനി പറയുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, ഒളിക്യാമറകളുടെ കെണിയിൽ പെടാതിരിക്കാൻ അത്യാവശ്യമായി വേണ്ടത് ജാഗ്രത തന്നെയാണ്. ഒരു മുറിയിലേക്കോ ടോയ്ലറ്റിലേക്കോ കടന്നു ചെന്നാൽ ഉടൻ ആ സ്ഥലമാകെ ഒരു സൂക്ഷ്മ പരിശോധന നടത്താൻ തയ്യാറാവുകയാണ് ആദ്യം വേണ്ടത്. രഹസ്യ ക്യാമറകൾ ഒളിപ്പിച്ചു വെക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ വേണം ഇത്തരം പരിശോധന നടത്താൻ. കട്ടിലിന് അഭിമുഖമായും ഡ്രസ്സിംഗ് ടേബിളിന് സമീപവും ശുചിമുറിക്കുള്ളിലും പുറത്തും തുടങ്ങി സ്വകാര്യ ദൃശ്യങ്ങൾ കിട്ടുമെന്ന് ക്യാമറ സ്ഥാപിക്കുന്നവർ കരുതുന്ന സ്ഥലങ്ങളുണ്ട്. അവിടങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ ക്യാമറകൾ ഒളിപ്പിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വേണം ഇത്തരം സൂക്ഷ്മ പരിശോധന നടത്താൻ. ക്ലോക്കുകൾ, ലൈറ്റുകൾ, USB ചാർജറുകൾ, സ്മോക്ക് ഡിറ്റക്ടറുകൾ, അലങ്കാര വസ്തുക്കൾ ഒക്കെയാണെന്ന് ആദ്യ നോട്ടത്തിൽ തോന്നത്തക്ക വിധത്തിലായിരിക്കാം ഒളിക്യാമറകൾ ഒളിപ്പിച്ചിട്ടുണ്ടാവുക. ഇത്തരം സാധനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. ഇരുവശത്തു നിന്നുമുള്ള കണ്ണാടികളാണ് മറ്റൊരു ഭീഷണി. മുറിക്കുള്ളിൽ കണ്ണാടി ഉണ്ടെങ്കിൽ അതിൽ വിരൽ വെക്കുക. വിരലും അതിന്റെ പ്രതിഫലനവും തമ്മിൽ അകലമില്ലെങ്കിൽ അത് ഇരുവശ കണ്ണാടി ആയേക്കാം. അങ്ങനെ തോന്നിയാൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിൽ ജാഗ്രതയോടെയുള്ള പരിശോധനയിൽ സംശയകരമായ തരത്തിൽ എന്തെങ്കിലും കണ്ടെത്തിയാൽ ഉടൻ തന്നെ അധികൃതരെ അറിയിച്ച് അവരുടെ വിശദ പരിശോധന നടത്തിക്കാനാവും. ക്യാമറകൾ ഉണ്ടെങ്കിൽ അവ നീക്കം ചെയ്യാനും കഴിയും. ഒളിക്യാമറകൾ കണ്ടെത്തിയാൽ ഉറപ്പായും അവ സ്ഥാപിച്ചവരും കുടുങ്ങുമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഇനി നമ്മുടെ സന്തത സഹചാരികളായ സ്മാർട്ട് ഫോണിന്റെ സഹായത്തോടെയും ഒളിക്യാമറകളെ കണ്ടെത്താനാകും കേട്ടോ. ക്യാമറകൾ എത്ര രഹസ്യമായാണ് പിടിപ്പിച്ചിരിക്കുന്നതെങ്കിലും അവയ്ക്ക് മുൻപിൽ ഒരു ലെൻസ് ഉണ്ടായേ മതിയാകൂ. ലെൻസുകൾ വെളിച്ചം പ്രതിഫലിപ്പിക്കുമല്ലോ. ക്യാമറകൾ വെച്ചിരിക്കാൻ സാധ്യതയുള്ള ഇടം നാം ആദ്യമേ കണ്ടെത്താൻ ശ്രമിച്ചിരുന്നല്ലോ. മുറിയിലെ ലൈറ്റുകൾ അണച്ച ശേഷം സംശയമുള്ള ഇടങ്ങളിലേക്ക് ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റ് തെളിയിക്കണം. ക്ലോക്കുകൾ, വെന്റിലേഷനുകൾ, കണ്ണാടികൾ തുടങ്ങി നിങ്ങൾക്ക് സംശയം തോന്നിക്കുന്ന എല്ലായിടത്തേക്കും ടോർച്ചടിക്കുക. ലെൻസ് പോലെ തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും കണ്ടെത്താനാകുമോ എന്ന് ശ്രദ്ധാപൂർവം പരിശോധിക്കണം. സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടെത്തിയാൽ കൂടുതൽ ശ്രദ്ധയോടെ ആ ഭാഗം പരിശോധിക്കുകയും അധികൃതരെ അറിയിക്കുകയും വേണം കേട്ടോ. ഫോണിലെ ടോർച്ച് മാത്രമല്ല, ഫോണിന്റെ ക്യാമറയും ഒളിക്യാമറ കണ്ടെത്താൻ നല്ല ഒന്നാന്തര ടൂളാണ് കേട്ടോ. മിക്ക ഒളിക്യാമറകളും ഇൻഫ്രാറെഡ് വെളിച്ചം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. മനുഷ്യ നേത്രങ്ങൾക്ക് ഇത് കാണാനാവില്ല. എന്നാൽ ഇവ സ്മാർട്ട് ഫോണിന്റെ ക്യാമറകൾക്ക് കണ്ടെത്താൻ സാധിക്കും. അതിനായി മുറിയിലെ ലൈറ്റുകൾ അണയ്ക്കുകയോ മങ്ങിപ്പിക്കുകയോ ചെയ്ത ശേഷം ഫോണിന്റെ ക്യാമറ ആപ്പ് തുറക്കുക. തുടർന്ന് സംശയാസ്പദമായ ഇടങ്ങളിലൂടെ ക്യാമറയിലൂടെ നോക്കുക. ഇവിടങ്ങളിൽ ചെറിയ സ്പന്ദിക്കുന്ന പ്രകാശ ബിന്ദുക്കൾ ക്യാമറ സ്ക്രീനിൽ കാണാനാകുന്നുണ്ടോ എന്ന് ശ്രദ്ധാപൂർവ്വം പരിശോധിക്കുക. ഇത്തരം ഇൻഫ്രാറെഡ് ലൈറ്റ് കാണുന്നുണ്ടെങ്കിൽ അത് ക്യാമറയുടെ സാന്നിധ്യമാകാൻ വഴിയുണ്ട്. അവിടെ കൂടുതൽ പരിശോധിക്കുന്നതിലൂടെ ഒളിക്യാമറ ഉണ്ടെങ്കിൽ കണ്ടെത്താനാകും. ഈ പരിശോധന നടത്തുമ്പോൾ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ഫോണുകളുടെ സെൽഫി ക്യാമറ ആയിരിക്കും ഇതിന് കൂടുതൽ ഉതകുക. ആൻഡ്രോയിഡ്, iOS ഫോണുകൾ ധാരാളം ക്യാമറ ഡിറ്റക്ഷൻ ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്യാം. ഇവ രഹസ്യ ക്യാമറകൾ കണ്ടെത്താൻ സഹായിക്കും കേട്ടോ. ഇവയും ഫോണിന്റെ സെൻസറുകളും ക്യാമറയും ഉപയോഗിച്ചാണ് ഒളിക്യാമറ സാന്നിധ്യം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത്. ഇവയും ഇൻഫ്രാറെഡ് ലൈറ്റുകൾ ഉണ്ടോ എന്നും കാന്തിക മണ്ഡലങ്ങൾ ഉണ്ടോ എന്നും പരിശോധിക്കുമെന്നാണ് ആപ്പ് ഡെവലപ്പർമാരുടെ അവകാശവാദം. ഇത്തരം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് അവയിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് വേണം ഉപയോഗിക്കാൻ. മിക്ക ഒളിക്യാമറകളും വൈഫൈ വഴിയായിരിക്കും സിഗ്നലുകൾ പ്രക്ഷേപണം ചെയ്യുക. ഹോട്ടലിലെ വൈഫൈ നെറ്റ്വർക്ക് സ്കാൻ ചെയ്യുക. ഇവിടെ അൺനോൺ ഡിവൈസുകളുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് പരിശോധിക്കാനാകും. ഇതിനായി ഫോണിന്റെ വൈഫൈ സെറ്റിംഗ്സ് തുറന്ന് കണക്റ്റഡ് ഉപകരണങ്ങളുടെ ലിസ്റ്റ് പരിശോധിക്കുക. ഇതിൽ IP ക്യാമറ എന്നിങ്ങനെയുള്ള ഉപകരണങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ബ്ലൂടൂത്ത് സ്കാൻ നടത്തി ബ്ലൂടൂത്ത് സിഗ്നലുകൾ അയക്കുന്ന ക്യാമറകൾ ഉണ്ടോ എന്നും പരിശോധിക്കാം. ഇത്രയും നേരം പറഞ്ഞത് വലിയ പണച്ചെലവില്ലാതെ ഒളിക്യാമറ കണ്ടെത്താനുള്ള മാർഗമാണ്. നിങ്ങൾ സ്ഥിരമായി ഹോട്ടൽ മുറികളും പൊതു ശുചിമുറികളും ഉപയോഗിക്കേണ്ടി വരുന്ന ആളാണെങ്കിൽ, അല്പം പണം മുടക്കാൻ കഴിയുന്നവരുമാണെങ്കിൽ ഹിഡൻ ക്യാമറ ഡിറ്റക്ടർ വാങ്ങിക്കുന്നത് വളരെ നല്ലതാണ്. വില കൂടിയതും കുറഞ്ഞതുമായ ഇത്തരം ഉപകരണങ്ങൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. എന്നാൽ ഇത്തരം ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവ എത്രമാത്രം ഫലപ്രദമാണെന്ന കാര്യത്തിൽ സംശയം ഉന്നയിക്കപ്പെടുന്നുണ്ട് എന്നത് മറക്കരുത്.